കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർ ഷംസീർ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കും. അവർ തമ്മിൽ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്നൊക്കെ തരത്തിലേക്കുള്ള വാക്കുകൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് മുഖ്യമന്ത്രി നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ച് ഇന്ന് പര്യടനം ആരംഭിക്കുന്ന വേളയിലാണ് ഗവർണർക്കെതിരെ ഒരു തുറന്ന കത്ത് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. പലതരം വാക്പോരുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കണ്ടതാണ്. പരസ്പരം വിമർശിക്കുന്നു, പരസ്പരം കുറ്റം പറയുന്നു, പരസ്പരം തള്ളിപ്പറയുന്നു. ഗവർണർ നാടിന്റെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. മുഖ്യമന്ത്രി ഗവർണറുടെ സ്ഥാനത്തെ ബഹുമാനിക്കുന്നു, അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്ക് നേർ കൊമ്പ് കോർക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ അല്ലെങ്കിൽ രീതികളാണ് നിലവിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ നൽകിയിരിക്കുന്നത്. കത്തിൽ പ്രധാനമായി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗവർണർ ചുമതലകൾ കൃത്യമായി ചെയ്യുന്നില്ല എന്നും. രണ്ടാമതായി മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നിരന്തരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രോട്ടോകോളുകൾ ലംഘിക്കുന്നുവെന്ന്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കത്തിലുള്ളത്. അതിൽ ആദ്യത്തേത് ചുമതലകൾ നിർവഹിക്കുന്നില്ല. നിയമസഭയിൽ നിന്ന് പാസാക്കി വിടുന്ന പല ബില്ലുകളും ഗവർണർ ഒപ്പുവെക്കാതെ, ആ ഒപ്പുവെക്കേണ്ട ബില്ലുകളിൽ അദ്ദേഹം ഒപ്പുവെക്കാതെ അത് തടഞ്ഞു നിർത്തുന്നു. അത്തരത്തിൽ താൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഗവർണർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, ചെയ്യേണ്ട കർത്തവ്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് വ്യക്തമായി കത്തിൽ പറയുന്നു. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി SFI പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നതിലും, അല്ലെങ്കിൽ താൻ ജനസമ്മതനാണെന്ന് അറിയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കി കേരള സർക്കാരിനെ താഴെ ഇറക്കി അധികാരം പിടിച്ചെടുക്കുവാനുള്ള ഒരു വ്യഗ്രതയുടെ ഒക്കെ പുറത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. തനിക്ക് സുരക്ഷ വേണ്ടെന്ന് പറയുന്നതൊക്കെ ഗവർണർ ചെയ്യേണ്ട കടമകൾ ചെയ്യാതെയാണ് ഇത്തരത്തിൽ മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ കത്തിൽ പ്രധാനമായി പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി അദ്ദേഹം പറയുന്നു പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, VIP ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗവർണർ. ഗവർണറെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ സെക്യൂരിറ്റി നൽകേണ്ട, ഗവർണറെ പരിപൂർണമായും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനും അതുപോലെ സെക്യൂരിറ്റി ഫോഴ്സുകൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ സെക്യൂരിറ്റിയാണ് അദ്ദേഹത്തിന് നൽകുക. ഗവർണർക്ക് ബ്ലൂ ബുക്കിൽ പറയുന്ന ചില പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഗവർണർ അത്തരത്തിലുള്ള പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല. SFIക്കാർ കരിങ്കൊടി കാണിക്കുമ്പോൾ കാറിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ആയിരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, മാധ്യമങ്ങളെ കണ്ട് പൊട്ടിത്തെറിക്കുന്നു. ഗവർണർ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ അദ്ദേഹം പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നത്. പിന്നീട് യാതൊരു സുരക്ഷയും ഇല്ലാതെ മിഠായി തെരുവിന്റെ നടുവിലൂടെ പോകുന്നു, ആളുകൾ തരുന്നതെല്ലാം വാങ്ങി കഴിക്കുന്നു, ആളുകളെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു. അദ്ദേഹത്തിന് ചെയ്യാം, അദ്ദേഹം ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നില്ല അത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം. പക്ഷേ കേരളത്തിന്റെ ഉത്തരവാദിത്വമുള്ള ഒരു ഗവർണറാണ്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിനാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ അത് വലിയ സുരക്ഷാ വീഴ്ചയായി മാറും. സർക്കാരിനെതിരെ വലിയ ചോദ്യങ്ങൾ ഉയരുവാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കത്തിൽ തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഗവർണർ ചെയ്യുന്നില്ല എന്നും പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല എന്നും രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തുറന്ന ഒരു കത്ത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നൽകിയത്. ഗവർണർ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബില്ലുകൾ ഒപ്പിടുന്നില്ല. നിയമസഭയിൽ നിന്ന് പാസ്സാക്കുന്ന ബില്ലുകൾ, അംഗങ്ങൾ ഐക്യകണ്ഠേന തീരുമാനത്തിന്റെ പുറത്ത് പാസ്സാക്കുന്ന ഒരു ബില്ലിനെ ഗവർണർ നിർബന്ധിതമായി അല്ലെങ്കിൽ സ്വതാൽപര്യാർത്ഥം അദ്ദേഹം ഒപ്പിടാതിരിക്കും. സ്വാഭാവികമായും RSSനോടും BJPയോടും ഒക്കെ രാഷ്ട്രീയപരമായി അടുപ്പമുള്ള ഗവർണർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിലേക്കുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഗവർണർ, ആ ഗവർണർ ഒപ്പുവെക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൃത്യമാണ്. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക, സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് വരുത്തി തീർക്കുക, സർക്കാർ ദുർബലമാണെന്ന് വരുത്തി തീർക്കുക, അവരെ താഴെ ഇറക്കുക. ഈ ഉദ്ദേശത്തിന് പുറത്ത് അദ്ദേഹം സ്വന്തം കർത്തവ്യങ്ങൾ, കടമകൾ ചെയ്യാതിരിക്കുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയാതെ പറയുന്നത്. രണ്ടാമത്തെ വിഷയം നമ്മൾ പറഞ്ഞ പ്രോട്ടോകോളാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു കത്ത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൊടുക്കണമെന്ന് വിചാരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗവർണറുടെ ചില നീക്കങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് സർക്കാരിനെ താറടിച്ചു കാണിക്കുന്നു, മുഖ്യമന്ത്രിയെ താറടിച്ചു കാണിക്കുന്നു. മുഖ്യമന്ത്രി അക്രമികളുടെ ഗൂഢാലോചന സംഘത്തിന്റെ നേതാവാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ നാട് കണ്ണൂർ അക്രമ സ്ഥലമാണെന്ന് പറയുന്നു. പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നു. അതായത് ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്ന
ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ ആൾത്തിരക്കുള്ള തെരുവുകളിലൂടെ നടക്കുന്നു. തനിക്ക് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സംഭവം ഗവർണർക്ക് നേരെ ഉണ്ടായാൽ സ്വാഭാവികമായും ജനാധിപത്യപരമായി അധികാരത്തിലെത്തിയ സർക്കാരിനെ തിരികെ വിളിച്ച് അവിടെ ഗവർണറുടെ അധികാരത്തിൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അധികാരത്തിൽ അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലേക്കൊക്കെ കേരളത്തിലെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന ഗൂഢമായ ഉദ്ദേശമുണ്ടായിരിക്കാം. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ മുഖ്യമന്ത്രി തന്റെ ഭാഗം വ്യക്തമാക്കുന്നതിനായി അല്ലെങ്കിൽ ഗവർണറാണ് ഈ പ്രശ്നത്തിനൊക്കെ മൂല കാരണമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാകാം ഇത്തരത്തിലൊരു കത്ത് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എഴുതിയത്.